ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചന്ദ്രാപിന്നെ ഈസ്റ്റിൽ മഹിളാ കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ചന്ദ്രാപിന്നെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കോവിഡ് വാക്സിൻ തരൂ, ജീവൻ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളമുറി സെന്ററിൽ നിൽപ്പ് സമരം നടത്തി. CPIM ലോക്കൽ കമ്മിറ്റി അംഗവും DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന KU ബിജു രക്തസാക്ഷി ദിനാചരണം CPIM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു. വാർത്തകൾ വിശദമായി. ചന്ദ്രാപിന്നെ ഈസ്റ്റിൽ മഹിളാ കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. മഹിളാ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റും ചന്ദ്രാപിന്നെ ഈസ്റ്റ് വൈലോപ്പിള്ളി സത്യന്റെ ഭാര്യയുമായ ബിഷ സത്യന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രി 10:45ഓടെയാണ് സംഭവം. സ്കൂട്ടറിലെത്തിയ രണ്ടുപേർ വീടിന്റെ ഗേറ്റ് തല്ലിപ്പൊളിച്ച് അകത്ത് കടന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മുൻവശത്തെ ജനൽ ചില്ലുകൾ കല്ലെറിഞ്ഞ് പൊട്ടിക്കുകയും മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ തള്ളിമറിച്ചിടുകയും ചെടിച്ചട്ടികളും കസേരകളും എറിഞ്ഞ് ഉടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഒരു 10:45 നേരത്താണ് ഇവർ വന്നത്. വീടിൻ്റെ ചില്ലുകൾ നശിപ്പിച്ചിട്ടുണ്ട്, വണ്ടി നശിപ്പിച്ചിട്ടുണ്ട്, പൂച്ചെടികളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് നാശനഷ്ടങ്ങൾ. ചേട്ടൻ്റെ ഫോൺ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് നേരെ വധഭീഷണിയുണ്ട്. ഒരു RRT ലിക്കർ ബിസിനസ്സിനെ പറ്റിയിട്ടുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ഇതിലേക്ക് നയിച്ചിട്ടുള്ളത്. അവരുടെ ഒരാൾ ലിക്കർ വിറ്റിരുന്നത് എക്സൈസ് പിടിച്ചു, അത് ഞാനാണ് ചെയ്യിച്ചതെന്നുള്ളതാണ് അവരുടെ സംശയം. അതിൻ്റെ ഒരു പ്രതികാര നടപടിയാണ് അവർ കാണിച്ചിട്ടുള്ളത്. ഒരു 2 പേരാണ് വന്നത്. വൈറ്റ് ആക്റ്റീവമാണ് ഇവിടെ വന്നത്. വളരെ ഭീകരാന്തരീക്ഷമായിരുന്നു. എന്നെ പുറത്തേക്ക് ഇറക്ക്, കൊല്ലും, എൻ്റെ മക്കളെ കൊല്ലും എന്നൊക്കെ പറയുന്ന ഭീഷണിയാണ് അവർ മുഴക്കിയിരുന്നത്. ഞങ്ങളുടെ കുട്ടികളുടെ എൻ്റെ മോളുടെ കണ്ണിൽ ചില്ല് തെറിച്ചിപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നു. പ്രദേശത്തെ DYFI പ്രവർത്തകരായ 2 പേരാണ് ആക്രമണം നടത്തിയതെന്നും ഇവർ തനിക്ക് നേരെ വധഭീഷണി മുഴക്കിയെന്നും ബിഷ സത്യൻ പറഞ്ഞു. സംഭവത്തിൽ കയ്പമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മഹിളാ കോൺഗ്രസ് നേതാവ് ബിഷ സത്യന്റെ വീട് ആക്രമിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്ത സംഭവത്തിൽ ചന്ദ്രാപിന്നെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. വീട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ മാരക ആയുധങ്ങളുമായി വന്ന് വീട് ആക്രമിച്ച് കല്ല് എടുത്ത് എറിഞ്ഞ് ജനൽ ചില്ല് പൊട്ടിച്ച് ഗേറ്റ് തല്ലി തകർത്തപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന കുട്ടിയുടെ വിശ്വാസത്തിന്റെ മകളുടെ കണ്ണിലേക്ക് ചില്ല് കയറുന്ന സാഹചര്യം വരെയുണ്ടായി. പ്രിയമുള്ളവരെ, മനസ്സിലാക്കേണ്ടത് ഒരു അമ്മയെയാണ് ആക്രമിച്ചിരിക്കുന്നത്, ഒരു വനിതയെയാണ് ആക്രമിച്ചിരിക്കുന്നത്, ഒരു പൊതുപ്രവർത്തകയാണ് ആക്രമിച്ചിരിക്കുന്നത്. തുടർഭരണത്തിന്റെ മറവിൽ, തുടർഭരണത്തിന്റെ തണലിൽ CPMന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് കുടപിടിക്കുകയാണ് എന്നുള്ളത് പച്ചയായ നഗ്നമായ സത്യമാണ്. അഭിമന്യുവിന്റെ രക്തസാക്ഷികളെ പോലും കൊന്നു കളഞ്ഞതിന് ശേഷം പിടിക്കപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സജയ് വൈനപ്പിള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TA സഹീർ, TA മുഹമ്മദ് സഗീർ, AK ജമാൽ, അദ്വൈത് കൃഷ്ണ,
ഫൈസൽ ചന്ദ്രാപിന്നി, കെ അൻവർ എന്നിവർ പങ്കെടുത്തു. കോവിഡ് വാക്സിൻ തരൂ ജീവൻ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളമുറി സെന്ററിൽ നിൽപ്പ് സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാ മേഖലകളിലും സമരമുഖത്താണ്. ഒരു സംശയം വേണ്ട, ഈ കോവിഡിന്റെ സമരത്തോടു കൂടി ഈ സർക്കാർ രാജിവെച്ച് പോകേണ്ട ഗതികളിലേക്ക് എത്തുമെന്ന് തർക്കമില്ല. കോവിഡ് മൂലം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്തതിന്റെ ആ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് ഈ സർക്കാരുകൾ ചെയ്യുന്ന കൊള്ള, ദൈനംദിന പെട്രോളിന്റെയും ഗ്യാസിന്റെയും വില വർദ്ധിക്കുകയാണ്. നമ്മൾ ഈ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു വില വർധനവ് വന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ദീർഘമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സമരം ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മാത്രമായി മാറ്റരുത്, ജനാധിപത്യ വിശ്വാസികളുടെ സമരമായി ഇതിനെ മാറ്റിക്കൊണ്ട് എല്ലാവിധ പിന്തുണയും ഈ സമരത്തിൽ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PA അനസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി PA ഗഫൂർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് EA ഷെഫീഖ്, ജനറൽ സെക്രട്ടറി വിശാഖ് വാഗയിൽ, MM ഷാബിൻ, കണ്ണൻ നായർ, KS ഷുഹൈൽ, ഷെഫീഖ് സിനാൻ തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡ് വാക്സിൻ അടിയന്തരമായി എല്ലാവർക്കും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കയ്പമംഗലം മാടാനിക്കുളം ബൂത്ത് കമ്മിറ്റി നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക് സമരം ഉദ്ഘാടനം ചെയ്തു. കണക്കിൽ 100-120 പറഞ്ഞുകൊണ്ട് മരിക്കുന്ന കോവിഡ് രോഗികൾക്ക് കേന്ദ്ര ഗവൺമെന്റിന് ആനുകൂല്യം പോലും ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ കോവിഡ് മരണം ലഘൂകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണത്. നമ്മൾ ആവശ്യപ്പെടുന്നത് കോവിഡ് രോഗികൾ മരിക്കുന്നത് സ്ഥിരീകരിക്കുന്ന ഡോക്ടർമാരാകണം. സംസ്ഥാന ഗവൺമെന്റ് മുഖ്യമന്ത്രിയുമല്ല കോവിഡ് മൂലം മരിച്ചതാരാണെന്ന് പറയേണ്ടത്. അത് ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുകയാണെങ്കിൽ കൃത്യമായും കോവിഡ് മൂലം മരിക്കുന്ന ആളുകളുടെ എണ്ണം നിശ്ചയിക്കപ്പെടുകയും അവർക്ക് സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ആ തീരുമാനം മാറ്റി എഴുതുകയും അടിയന്തിരമായി കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അവിടെ ബൂത്ത് തലത്തിലോ വാർഡ് തലത്തിലോ കോവിഡ് വാക്സിൻ നൽകുന്നതിന് സാഹചര്യം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ ബൂത്തുകളിലും ഇങ്ങനെയുള്ള സമര പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി KV വർഗീസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് KV സജീവാത്മൻ, രാജീവ് ഈരക്കാട്ട്, V മനോഹരൻ, AP അനിരുദ്ധൻ എന്നിവർ സംസാരിച്ചു. തന്നെ പോലീസുകാർ സെല്യൂട്ട് ചെയ്യുന്നില്ലെന്ന് തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്. അടിയന്തര നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് മേയർ DGPക്ക് പരാതി നൽകി. പ്രോട്ടോകോൾ പ്രകാരം ഗവർണറും മുഖ്യമന്ത്രിയും കഴിഞ്ഞാൽ സ്ഥാനം മേയർക്കാണ്. എന്നാൽ തന്നെ മനഃപൂർവ്വം അവഗണിക്കുകയാണ്. കണ്ടിട്ടും കാണാത്ത പോലെ പോലീസുകാർ മുഖം തിരിച്ചു നിൽക്കുകയാണ്. ഇത് മേയർ എന്ന പദവിയെ അപമാനിക്കലാണെന്നും മേയർ പറഞ്ഞു. പ്രോട്ടോകോൾ പ്രകാരം 3ാം സ്ഥാനത്താണ് ഞാൻ കണ്ടത്. മുഖ്യമന്ത്രിക്കും ഗവർണർക്കും മന്ത്രിമാർക്കും സെല്യൂട്ട് കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അതിനകത്ത് വലിയ ആവേശം കാണിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ മേയർ എന്ന് പറയുന്ന 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ആ പദവിയെ കാണുമ്പോൾ അവർ സെല്യൂട്ട് തരുന്നില്ല എന്ന് മാത്രമല്ല, അവർ തിരിഞ്ഞു നിൽക്കുന്നു. എന്തിനാണ്? അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് ഞങ്ങൾ അപമാനിക്കുന്നതിനോട് തുല്യമാണ്. കാരണം നഗരപിതാവെന്ന് പറയുകയും ഈ നഗരപിതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന ഈ സമ്പ്രദായം അത് ഞങ്ങൾ അപമാനിക്കുന്നതിനോടുള്ള തുല്യമല്ലേ? ഇതെല്ലാം ചൂണ്ടിക്കാട്ടി സെല്യൂട്ട് ചെയ്യാൻ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ടാണ് മേയർ MK വർഗീസ് DGPക്ക് പരാതി നൽകിയത്. മേയറുടെ പരാതിയിൽ ഉചിതമായ നടപടിയെടുക്കാൻ DGP തൃശൂർ റേഞ്ച് DIGക്ക് പരാതി കൈമാറിയിട്ടുണ്ട്. CPIM ലോക്കൽ കമ്മിറ്റി അംഗവും DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന KU ബിജു രക്തസാക്ഷി ദിനാചരണം CPIM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു. രാവിലെ ഏരിയയിലെ 128 ബ്രാഞ്ചുകളിലും പുഷ്പാർച്ചനയും പതാക ഉയർത്തലും നടത്തി. ബിജുവിന്റെ സ്മൃതി കുടീരത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ബിജുവിന്റെ വീടിന്റെ പരിസരത്ത് ചേർന്ന അനുസ്മരണ യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ, KV രാജേഷ്, ടൗൺ ബാങ്ക് ചെയർമാൻ VK ബാലചന്ദ്രൻ, KK അബീദലി, TK രമേശ് ബാബു, AV സുകുമാരൻ, TK മധു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണം നടത്തി. ചന്തപുരയിൽ PK ഡേവിസ് പതാക ഉയർത്തി. PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. വൈകിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായിരുന്ന AC മൊയ്തീൻ ഓൺലൈനിൽ ബിജു അനുസ്മരണ പ്രഭാഷണം നടത്തി. DYFI ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിൽ നിർധനരായ 20 രോഗികൾക്ക് ഡയാലിസിസ് കിറ്റും അരി വിതരണവും നടത്തി.
ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി PB അനൂപ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KK ഹാഷിഖ് അധ്യക്ഷത വഹിച്ചു. CPM-ഉം BJP-യും കൊട്ടേഷൻ കുഴൽപ്പണ മാഫിയ രാഷ്ട്രീയമാണ് കേരളത്തിൽ നടത്തുന്നതെന്ന് ആരോപിച്ച് യൂത്ത് ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മതിൽ സംഘടിപ്പിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KK അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ BJP എന്തിനു വേണ്ടിയാണോ ഈ രാജ്യത്ത് നോട്ട് നിരോധനം കൊണ്ടുവന്നത്, ഇവിടുത്തെ ഇല്ലീഗൽ മണി, കള്ളപ്പണം, ഹവാലാപ്പണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും വിഡ്ഢികളാക്കിയ നരേന്ദ്രമോദി ഈ രാജ്യത്തെ പെട്രോളിന് 50 രൂപയിൽ വില കയറ്റില്ല എന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു അച്ചാദിൻ സമ്മാനമായി നൽകിയ നരേന്ദ്രമോദി. എന്നാൽ ആ നരേന്ദ്രമോദിയെ അമിത്ഷായും വിഡ്ഢിയാക്കിക്കൊണ്ടാണ് കേരളത്തിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ കോടിക്കണക്കിന് രൂപയുടെ ഹവാലാപ്പണം സാമ്പത്തിക കുറ്റകൃത്യം നടത്തിയത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊടകരയിൽ നമ്മൾ കണ്ടു ഏറ്റവും വലിയ കുഴൽപ്പണം പിടിച്ചത്. ഇവിടെ തെരഞ്ഞെടുപ്പിന് നരേന്ദ്രമോദിയോട് പറഞ്ഞത് 35 സീറ്റ് ഞങ്ങൾ മേടിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ കാസർഗോഡ് BJP അധികാരത്തിൽ വരുന്നതിന് വേണ്ടി AKM അഷ്റഫിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് സുരേന്ദ്രൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് നരേന്ദ്രമോദിയിൽ നിന്ന് പറഞ്ഞു വാങ്ങിയത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് TA ഫഹദ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ KK സക്കരിയ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് നേതാക്കളായ UI ഷാനവാസ്, PS ഇസ്ഹാഖ്, VM സൈഫുദ്ദീൻ, KB സുൽഫിക്കർ, PS മുഹമ്മദ് ഫയാസ്, EH മുഹമ്മദ് റാഫി, സലീം പുറക്കുളം, PM അക്ബർ അലി എന്നിവർ പങ്കെടുത്തു. 2 വർഷമായി പരിപാലിച്ചു വളർത്തിയ തലമുടി ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കാനായി മുറിച്ചു നൽകി യുവാവ് മാതൃകയായി. വലപ്പാട് ചാലിശ്ശേരി ഷാജി ഷെർലി ദമ്പതികളുടെ മകൻ ഷെലൻ ഷാജിയാണ് തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജിലേക്ക് തന്റെ 2 വർഷത്തെ പരിശ്രമ ഫലമായി വളർത്തി വലുതാക്കിയ 13 ഇഞ്ച് വലിപ്പമുള്ള മുടി ഈ കോവിഡ് കാലത്ത് മുറിച്ചു നൽകിയത്. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ തിരുനാളിനോടനുബന്ധിച്ച് നടത്തിവരാറുള്ള കേശദാനത്തിന്റെ മാതൃക പിന്തുടർന്നാണ് മുടി വളർത്തി പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി വിഗ് നിർമ്മിച്ച് നൽകുന്ന ഈ സംരംഭത്തിലേക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. പ്രത്യേക അഭിനന്ദനങ്ങൾ പറയുന്നു. ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായിട്ട് വിഗ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മുടി ഉപയോഗിക്കുക. ഈ കോവിഡ് കാലത്ത് നമുക്ക് വലിയ ജോലികളും മറ്റ് വലിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കാതിരിക്കുമ്പോൾ നമ്മേക്കാളധികം വേദന അനുഭവിക്കുന്ന രോഗികളെ കുറിച്ച് കരുതലുണ്ടാകാനും അവർക്ക് വേണ്ടി തന്റെ ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം തന്നെ മുറിച്ചു കൊടുക്കാൻ സന്നദ്ധമായ ഷെല്ലിന് എല്ലാവരുടെ നാമത്തിൽ പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും പ്രാർത്ഥനകളും നേരുന്നു. അമല മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടൻമാണി മുടി ഏറ്റുവാങ്ങി സർട്ടിഫിക്കറ്റ് നൽകി. കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ അപകടകരമായ കുഴികൾ അടയ്ക്കാൻ അടിയന്തര നടപടികൾക്കായി 44 ലക്ഷം രൂപ അനുവദിച്ചതായി MP ബെന്നി ബെഹനാൻ. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ചന്തപുര ബൈപ്പാസിലുണ്ടായ അപകടകരമായ കുഴികൾ എത്രയും വേഗം അടയ്ക്കുമെന്ന് ബെന്നി ബെഹനാൻ MP അറിയിച്ചു. ഇതിനായി 44 ലക്ഷം രൂപ അനുവദിച്ചതായും MP അറിയിച്ചു. കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ കുഴികളുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു MP. കുഴികൾ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടി സ്വീകരിക്കും. അതിന് 44 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അതിന് പണി എത്രയും വേഗം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കഴിയുന്ന വേഗം ഇത് പ്രവർത്തിക്കാൻ തുടങ്ങി. റോഡൊന്നും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ട്രാഫിക് നോർമൽ സമയത്ത് ചെയ്താൽ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ബൈപ്പാസിലെ അപകടകരമായ കുഴികൾ സന്ദർശിച്ച ശേഷം NH അധികൃതരുമായി നടന്ന ചർച്ചയിലാണ് തീരുമാനം. ഒരാഴ്ച സമയം എടുത്താണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുക. ബൈപ്പാസിൽ അടുത്ത കാലത്തായി കുഴികളിൽ വീണ് നിരവധി വാഹനങ്ങൾ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഈ സംഭവം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് MP സന്ദർശനം നടത്തിയത്. നാഷണൽ ഹൈവേ ജനറൽ മാനേജർ ബാലചന്ദ്രൻ, നാഷണൽ ഹൈവേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റീനു എലിസബത്ത് ചാക്കോ, KPCC സെക്രട്ടറി CS ശ്രീനിവാസ്, DCC സെക്രട്ടറി TM നാസർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CG ചെന്താമരാക്ഷൻ തുടങ്ങിയവർ MPയോടൊപ്പം ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടർ ദമ്പതികൾ അവതരിപ്പിച്ച നൃത്തച്ചുവടുകൾ വൈറലായി. പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ സൂപ്രണ്ട് സാനു M പരമേശ്വരനും
ഭാര്യ ഷൈനി സാനുവും അവതരിപ്പിച്ച നൃത്തമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായത്. ഗാന്ധർവം എന്ന സിനിമയിലെ മാലിനിയുടെ തീരങ്ങൾ തഴുകിവരും പനിനീർക്കാറ്റെ എന്ന പാട്ടിനാണ് ദമ്പതികൾ ചുവടുവെച്ചത്. വീട്ടിൽ തന്നെ സിനിമയിലേതുപോലെ സെറ്റിട്ടും വേഷമിട്ടുമാണ് നൃത്തം അവതരിപ്പിച്ചത്. മകൾ സാന്ദ്രയും സുഹൃത്ത് അനുശ്രീയും ചേർന്നാണ് മൊബൈൽ ഫോണിൽ വീഡിയോ ചിത്രീകരിച്ചത്. കോവിഡ് കാലത്തെ സംഘർഷം നിറഞ്ഞ ചികിത്സാ വേളകളിൽ മാനസികോല്ലാസം ലഭിക്കാൻ വേണ്ടി നേരത്തെ ഇവർ മകൾ സാന്ദ്രയോടൊപ്പം അവതരിപ്പിച്ച നൃത്തം ശ്രദ്ധ നേടിയിരുന്നു. 6 വർഷത്തോളമായി പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ടാണ് ഡോക്ടർ സാനു. ഗൈനക്കോളജിസ്റ്റാണ് ഷൈനി. കൊടുങ്ങല്ലൂരിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ച് തകർത്തു. ഉച്ചയ്ക്ക് 1:30 ചന്തപുര ടൗൺ ബാങ്ക് ബ്രാഞ്ചിന് എതിർവശത്താണ് അപകടം നടന്നത്. നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ച് തകർത്ത് തലകീഴായി മറിയുകയായിരുന്നു. നാട്ടുകാരും പ്രദേശത്തുണ്ടായിരുന്നവരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ 4 പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ നിന്നും പടിഞ്ഞാറെ വെമ്പല്ലൂരിലേക്ക് പോവുകയായിരുന്നു കാർ. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കയ്പമംഗലം, കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചന്ദ്രാപിന്നെ ഈസ്റ്റിൽ മഹിളാ കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ചന്ദ്രാപിന്നെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കോവിഡ് വാക്സിൻ തരൂ ജീവൻ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളമുറി സെന്ററിൽ നിൽപ്പ് സമരം നടത്തി. CPIM ലോക്കൽ കമ്മിറ്റി അംഗവും DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന KU ബിജു രക്തസാക്ഷി ദിനാചരണം CPIM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.